بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സുഖത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. അവന് ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 241. ഇതിൽ അൽ-ബഖറ സൂറത്തിൽ നിന്നുള്ള 45-ാമത്തെ ആയത്ത് മുതൽക്കാണ് എടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്തി ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനൂ, നിങ്ങൾ സഹായത്തെ തേടുക, അള്ളാഹുവിനോട് സഹായം തേടുക. ബിസ്സബ്രി, ക്ഷമ മുഖേന. വസ്സലാത്തി, നമസ്കാരം മുഖേനയും. ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളിലും അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ടിരിക്കുക. ഇന്നഹാ, തീർച്ചയായും ഈ നമസ്കാരം ലകബീറത്തുൻ, അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇല്ല അലൽ ഖാശഈൻ, ഭയഭക്തി ഉള്ളവർക്ക് ഒഴികെ. ഭയഭക്തി ഉള്ളവർക്ക് അതൊരു വിഷമാവില്ല. അത് ഒരു ഹരമായിരിക്കുന്നവർക്ക് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക എന്നുള്ളത് ഭയഭക്തിയുള്ള ആളുകൾക്ക് അതൊരു ഹരമാണ്. അവർക്ക് മടിയുണ്ടാവില്ല, അതൊരു പ്രയാസമായി തോന്നില്ല, പ്രത്യേകിച്ച് നമസ്കാരം. അല്ലാത്തവർക്ക് എല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്ന കാര്യത്തിൽ, നമസ്കാരമായാലും വേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ വളരെ മടിയും അതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് അവർക്ക് പ്രയാസമായി തോന്നും. പക്ഷേ ഭയഭക്തിയുള്ള ആളുകൾക്ക് അതില്ല. അവരെപ്പോഴും ആ വിഷയത്തിൽ വളരെ അത്യാഗ്രഹത്തോടു കൂടി നിർവഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒന്നുകൂടി അർത്ഥം പറയാം. വസ്തഈനൂ, നിങ്ങൾ സഹായത്തിന് തേടുക, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സഹായത്തെ തേടുക. ബിസ്സബ്രി, ക്ഷമ മുഖേനയും. വസ്സലാത്തി, നമസ്കാരം മുഖേനയും. ഇന്നഹാ, തീർച്ചയായും ഈ നമസ്കാരം ലകബീറത്തുൻ, വലിയ വിഷമമുള്ള കാര്യമാണ്. ഇല്ല അലൽ ഖാശഈൻ, ഭയഭക്തിയുള്ള ആളുകൾക്കൊഴികെ. ഭയഭക്തിയുള്ളവർക്ക് അങ്ങനെ ആ നമസ്കാരം അല്ലെങ്കിൽ ഇബാദത്തുകൾ ഒരു പ്രയാസമുള്ള കാര്യമായിട്ട് തോന്നില്ല, വളരെ എളുപ്പമുള്ള കാര്യമായിട്ടാണ് തോന്നുക. ഇതിന്റെ തഫ്സീർ വായിക്കാം. മുത്തുലുബുൽ മഅൂനത അലാ ഉമൂരിക്കും കുല്ലിഹ, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായം തേടുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും. ബിതഹമ്മുലി മാ യശുഖു അലൻ നഫ്സ്, ശരീരത്തിന് വളരെ വിഷമമായി തോന്നുന്ന കാര്യങ്ങളെ സഹിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട്. മിൻ തക്കാലീഫ് ശറയ്യ, തക്കാലീഫ ശറയ്യ, മിൻ തക്കാലീഫ ശറയ്യ, ശറയ്യായ തെക്ലീഫുകൾ, കൽപ്പനകളിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ. ഒബിസ്വലാത്തി, നമസ്കാരം മുഖേനയും നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കുക. അല്ലത്തി, എങ്ങനെയുള്ള നമസ്കാരം. ഹിയ, അത് ഇമാദുദ്ദീൻ, ദീനിന്റെ തൂണാണ്, സ്തംഭമാണ്, മതത്തിന്റെ സ്തംഭമാണ് നമസ്കാരം. ഇന്നഹാ, തീർച്ചയായും ഈ നമസ്കാരം, ഈ സ്വലാ, നമസ്കാരം, മുശാഖത്തും സഖീലത്തും, വളരെ വിഷമം പിടിച്ചതാണ്, ഭാരമുള്ളതുമാണ്. എല്ലാ അലൽ മുതവാദിഈൻ, വിനയമുള്ള ആളുകൾക്ക്. ഭയഭക്തിയുള്ളവർക്ക് ഭയഭക്തി ഉള്ളവർക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അല്ലാത്തവർക്ക് വളരെ വിഷമം പിടിച്ചതാണ്. പിന്നെ ഈ ഭയഭക്തിയുള്ള ആളുകൾ എന്ന് പറഞ്ഞത്, അതിനെ സംബന്ധിച്ചൊരു വിവരണം അല്ലാഹു തരുന്ന അടുത്ത ആയത്തിൽ, 46-ാമത്തെ ആയത്തിൽ, അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. എങ്ങനെയുള്ള ഭയഭക്തിയുള്ള ആളുകളാണ്? അല്ലദീന, എങ്ങനെയുള്ള ഭയഭക്തിയുള്ള ആളുകളാണ്? യദുന്നൂന, അവർ ഉറച്ചു വിശ്വസിക്കുന്നു. അന്നഹും, തീർച്ചയായും അവര് മുലാഖൂ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ അവർ കണ്ടുമുട്ടും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു.
വന്നഹും തീർച്ചയായും അവര് ഇലൈഹി അള്ളാഹുവിലേക്ക് റാജിഊന മടങ്ങി പോകുന്നവരുമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ തഫ്സീർ യഅ്തഖിദൂന അവർ വിശ്വസിക്കുന്നു, ഏത്തിഖാദൻ ജാസിമൻ വളരെ ഉറച്ച നിലയ്ക്ക്, യാതൊരു സംശയമില്ലാത്ത ഉറച്ച നിലയ്ക്ക് അവർ വിശ്വസിക്കുന്നു. എന്ത്? സയൽഖൗന റബ്ബഹും, അവരുടെ റബ്ബിനെ പിന്നീട് കണ്ടുമുട്ടും, അവരുടെ രക്ഷിതാവിന് അള്ളാഹുവിനുമായിട്ട് കണ്ടുമുട്ടും എന്നർത്ഥം. എന്ന് യൗമൽ ബാസി, പുനർജന്മത്തിന്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ പുനർജന്മമുള്ള ആ ദിവസത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് അവർ വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ ഹിസാബ് ഉണ്ടാവും, വിചാരണ ഉണ്ടാവും. ഓരോരുത്തർ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു വിചാരണ നടത്തും. മാതും അവരുടെ മടക്കം അള്ളാഹുവിലേക്ക് ആണ് യൗമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തിൽ അവരുടെ മടക്കം അള്ളാഹുവിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു തആല ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും. ആദ്യം ഒരു ഓർമ്മിപ്പിക്കൽ, ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅഫൂ ബിഅഹ്ദിക്കും വയ്യായ ഫർഹബൂൻ എന്നിങ്ങനെയുള്ള ആയത്തുകൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഓർമ്മിപ്പിക്കലാണ്. അതിന് ശേഷമായിട്ട് ഇപ്പൊ ഇതാ അല്ലാഹു തആല വേറൊരായത്തിൽ അവരെ ഓർമ്മിപ്പിക്കുന്നത് യാ ബനി 47-ാമത്തെ ആയത്ത, യാ ബനി ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുകും അലൽ ആലമീൻ. യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സന്തതികളെ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ സന്തതികൾ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇസ്രായേൽ എന്ന പേര് യാക്കൂബ് നബിയുടെ പേരാണ്. യാക്കൂബ് നബിക്ക് ഇസ്രായേൽ എന്നും പേരുണ്ട്. അപ്പോൾ ഇസ്രായേൽ സന്തതികൾ ആണ്, യാക്കൂബിന്റെ സന്താന പരമ്പരയാണ് ഈ ബനി ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്നൊരു രാഷ്ട്രമുണ്ട്, ആ രാഷ്ട്രത്തിന്റെ പേരല്ല ഇസ്രായേൽ സന്തതികൾ. ഇസ്രായേൽ സന്തതികളിൽ നിന്ന് നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ ആണോ അതിൻ്റെ മുത്താന്ന് അറിയില്ല. ഇസ്രായേൽ സന്തതികള് കണ്ടമാനം പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം ബനി ഇസ്രായേലിനാണ് ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്കെല്ലാം വിധേയമായിട്ട് ഇസ്മായിൽ എന്ന മകനെ അറുക്കുവാനുള്ള ആജ്ഞകളും സ്വപ്നങ്ങളൊക്കെ കണ്ട് അതിൽ നിന്നെല്ലാം വിജയിച്ചുകൊണ്ട് അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കളുണ്ടായിരുന്നു, ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇവർ 2 പേരും, ഇവരിൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്നും കൂടി ഇവിടെ പറയാണ് സന്ദർഭോചിതം എന്ന് മാത്രം. അങ്ങനെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയാണ് എത്രയോ ആയിരക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, ഈസ നബി അലൈഹിസ്സലാം വരേക്കും. നമ്മുടെ നബിയുടെ ജസ്റ്റ് മുമ്പേയുള്ള പ്രവാചകനാണ് ഈസ നബി അലൈഹിസ്സലാം. അപ്പോൾ ബനി ഇസ്രായേലിന്റെ അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി. ഇതിന്റെ ഇസ്ഹാഖ് നബിയുടെയും ഈസാ നബിയുടെയും ഇടയ്ക്ക് കണ്ടമാനം പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളിൽ അധിക പ്രവാചകന്മാരുണ്ടായിട്ടില്ല. അത് ആ വഴിയിലൂടെയാണ് അറബികളുടെ പ്രവാചകനായിട്ട് ഇസ്മായിൽ നബിക്ക് ശേഷം ഒരൊറ്റ പ്രവാചകനെ ഉണ്ടായിട്ടുള്ളൂ. അത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വേറെ പ്രവാചകന്മാരൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പോൾ ഇത് മുമ്പ് പറഞ്ഞതാണ്, സന്ദർഭോചിതം ഇവിടെ പറഞ്ഞു മാത്രം. യാ ബനി ഇസ്രായേല, ഇസ്രായേൽ സന്തതികളെ ഉദുക്കുറു, നിങ്ങൾ ഓർക്കണം, ഞാമത്തി, എന്റെ അനുഗ്രഹങ്ങളെ, അല്ലത്തി, എങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ, അന്നംതു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തതായ അനുഗ്രഹങ്ങൾ, വന്നി, തീർച്ചയായും ഞാൻ ഫദ്ദൽതുക്കും, നിങ്ങളുടെ പൂർവികന്മാരെ ഞാൻ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെ അലൽ ആലമീൻ, ലോകത്തുള്ള മറ്റുള്ള ആളുകളെക്കാൾ വളരെ ശ്രേഷ്ഠത നിങ്ങളുടെ പൂർവപിതാക്കൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അത് മക്കളായ ഇപ്പോഴുള്ള റബിയുടെ കാലത്തുള്ള ആളുകളോട് എടുത്തു പറയുകയാണല്ലോ. അപ്പൊ ആ പ്രത്യേകത എന്തൊക്കെയാണ് ഇപ്പൊ അവിടെ ശ്രേഷ്ഠതകൾ നൽകി എന്ന് പറയുന്നത്? ഇവരുടെ കാലത്ത് ഇവരിൽ നിന്നുള്ള പ്രവാചകന്മാരെ അയച്ചു കൊടുത്ത്, പിന്നെ അള്ളാഹു തആല കിതാബുകൾ ഇറക്കി കൊടുത്ത്, അവരെ നേതാക്കന്മാരും രാജാക്കന്മാരും എല്ലാം ആക്കി, അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട് ഇവരുടെ നബിയുടെ കാലത്തുള്ള മക്കളുടെ പിതാക്കന്മാർക്ക്. അപ്പൊ മക്കള് പിതാക്കന്മാരെ ബഹുമാനിച്ചു അല്ലെങ്കിൽ ശ്രേഷ്ഠത നൽകിയത്, അത് മക്കൾക്കും അതൊരു സ്ഥാനമാണല്ലോ. തഫ്ലീലുൽ ആബായി ഷറഫുൽ ലിൽ അബ്നാഇ എന്നാണ്. തഫ്ലീലുൽ ആബായും പിതാക്കന്മാരെ ശ്രേഷ്ഠതയുണ്ടാക്കി അല്ലാഹു കൊടുത്തത് ഷറഫുൽ ലിൽ അബ്നാഅാണ്. മക്കൾക്ക് അതൊരു സ്ഥാനമാണ്, ഒരു മഹത്വമുള്ള കാര്യമാണ് എന്നർത്ഥം. പിന്നെ 48-ാമത്തെ ആയത്ത്, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ വലാ യുഖ്ബല മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ലുൻ വലാ ഹും യുൻസറൂൻ. വത്തഖൂ, നിങ്ങൾ പേടിക്കണം, യൗമൻ, ഒരു ദിവസത്തെ, ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ, ഒരാളും മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാത്തൊരു ദിവസം. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ, ഒരാളും മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാത്ത ദിവസമാണ്. അങ്ങനെയുള്ള ആ ഭീകരമായ ദിവസത്തെ, വളരെ ഭയപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക, ഭയപ്പെടുക. വലാ യുഖ്ബലു മിൻഹാ, അന്നേ ദിവസത്തിൽ സ്വീകരിക്കപ്പെടുകയില്ല ശഫാഅത്തുൻ, ഒരു ശുപാർശയെ. വലാ യുഖദു മിൻഹാ, ഈ നഫ്സ്, അങ്ങനെ ഒരു നഫ്സിൽ നിന്നും പിടിച്ചെടുക്കപ്പെടുകയുമില്ല അദ്ലുൻ, എന്തെങ്കിലും പ്രായശ്ചിത്തം പിടിച്ചെടുക്കപ്പെടുകയുമില്ല. വലാഹും യുൻസറൂൻ, അവർക്കൊരു സഹായം ലഭിക്കുകയുമില്ല. ഇതിന്റെ തഫ്സീർ, ഖാഫൂ ദാലിക്കൽ യൗമ അർറഹീബ്, ഏറ്റവും ഈ ഭയപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ഭയപ്പെടണം. അല്ലദീ ലാ തുഖ്ലാ ഫീഹി നഫ്സുൻ അൻ ഉഖ്റാ, ഒരു നഫ്സിനും മറ്റൊരു നഫ്സിന് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ ദിവസം. വലാ തുഖ്ബലു ശഫാഅത്തുൻ ഫീ നഫ്സിൻ കാഫിറത്തിൻ ബില്ലാഹ്, അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകൾക്ക് എന്തെങ്കിലും ശഫാഅത്തുകൾ അന്നേ ദിവസം സ്വീകരിക്കപ്പെടില്ല, ഒരിക്കലും ഇല്ല. വലാ യുഖ്ബലു മിന്നാ ഫിദാഉൻ, ആ നഫ്സിൽ നിന്ന് എന്തെങ്കിലും പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടുകയില്ല. വലൈസ ലഹും മൻ യംനഉഹും വയുൻജിഹിം മിൻ അദാബില്ലാഹ് വലാ ഹും യുൻസറൂൻ എന്ന് പറഞ്ഞതിന്റെ തഫ്സീറാണ്. അവര് തടയുന്ന, അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് വരുന്നതിനെ തടയുന്ന ഒരു സഹായിയും അവർക്കുണ്ടാവില്ല. ആ സഹായി അവരെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയുമില്ല. അങ്ങനെയുള്ള ഒരു സഹായിക്കുവാൻ ആരും ഉണ്ടാവുകയില്ല. ഇനി 49-ാമത്തെ ആയത്ത്, വനജ്ജയ്നാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ് യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും വഫീ ذلكم بلاء من ربكم عظيم.
വേദനജൈനാക്കും നാം നിങ്ങളെ രക്ഷപ്പെടുത്തി മിന്നാരി ഫിറാവിന്റെ ആളുകളിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. ബനി ഇസ്രായേലിനോട് അല്ലാഹു പറയാം, നിങ്ങളുടെ പിതാക്കന്മാർക്ക് നമ്മൾ വേണ്ടുന്ന സഹായങ്ങളും വലിയ സ്ഥാനമാനങ്ങളും നൽകി അവരെ രാജാക്കന്മാരും നേതാക്കളുമാക്കി. അവർക്ക് പ്രവാചകന്മാരെ അയച്ചു കൊടുത്തു, കിതാബുകൾ അയച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ധാരാളം ശ്രേഷ്ഠമുള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു ചെയ്തു കൊടുത്തിട്ടുണ്ട്. ശേഷമായിട്ട് അള്ളാഹു പറയുന്നത് ഫിറഔനിന്റെ ആളുകൾ, ഇവര് മുസ്ലിംകളെ വല്ലാതെ ഉപദ്രവിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെ ആ ഉപദ്രവത്തിൽ നിന്നെല്ലാം അള്ളാഹു ബനി ഇസ്രായേലിനെ രക്ഷിച്ചു. വേദനജൈനാക്കും നിങ്ങളെ നാം രക്ഷപ്പെടുത്തി മിന്നാലി ഫിറഔന്റെ ആളുകളിൽ നിന്ന്. യസൂമൂനക്കും അവരെ നിങ്ങൾക്ക് രുചിപ്പിക്കുകയായിരുന്നു, ആസ്വദിപ്പിക്കുകയായിരുന്നു. എന്ത്? സുഅല്ലദാബി, കഠിനമായ ശിക്ഷാപരമായ കാര്യങ്ങൾ. അവരെ വല്ലാതെ പീഡിപ്പിക്കുകയും ഇവരെ വല്ലാതെ ദ്രോഹിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം, ഒരു സമയം. അത് ഇവരെ ഓർമ്മിപ്പിക്കുക അല്ലാഹു തആല. അങ്ങനെ എന്താ എന്ന് പറഞ്ഞാൽ എന്തുള്ള പീഡനങ്ങളൊക്കെ ആയിരുന്നു. യുദബ്യഹൂനാബിനാക്കും, അവരിലുള്ള ആൺമക്കളെയെല്ലാം കൊന്നുതള്ളുന്ന ഒരു അറുകൊല ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഫിറഔന്റെ. യസ്തഹ്യൂന നിസാക്കും, അവരിലുള്ള പെൺകുട്ടികളെ ജീവിക്കാൻ വേണ്ടി വിട്ടയക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു. അപ്പോ ആൺകുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടിയെ കൊല്ലുക, പെൺകുട്ടികളെ അങ്ങനെ അവരങ്ങനെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഒന്നും ചെയ്യില്ല അവർക്ക്. ഇങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് മൂസ നബി അലൈഹിസ്സലാം, ഈ ചരിത്രം നമ്മൾ താഹ സൂറത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മൂസ നബിയുടെ ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ, ഫിറഔന്റെ ആളുകൾ അറിഞ്ഞാൽ പിന്നെ അവനെ കൊന്നുകളയും. അങ്ങനെ രഹസ്യമായിട്ട് കുഞ്ഞിനെ സൂക്ഷിച്ചു. അതിന് കാരണമുണ്ട്. ജ്യോത്സ്യന്മാരുടെ പറഞ്ഞു ഫിറഔനോട്. ഫിറഔനൊരു സ്വപ്നം കണ്ടു. ഒരു ദിവസം, ഒരു രാത്രി അവൻ്റെ ഉറക്കിൽ ഒരു സ്വപ്നം കണ്ട് അങ്ങനെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ജ്യോത്സ്യന്മാർ അവനെ പറഞ്ഞു ധരിപ്പിച്ചത് എന്താണ്? നിന്റെ ഈ ഭരണാധികാരവും ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരാൻ പോകുന്നത്. അത് ബനി ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുട്ടി മുഖേനയാണ് നിനക്ക് നഷ്ടപ്പെടുക എന്നുള്ളത് ജ്യോത്സ്യന്മാർ പറഞ്ഞു ജ്യോത്സ്യന്മാർ പറഞ്ഞതനുസരിച്ച് ബനി ഇസ്രായേലിലുള്ള ഏത് കുട്ടി ജനിച്ചാലും അതിനെ കൊല്ലുകയും പെൺകുട്ടികളെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതാണ് യുദബ്യഹൂന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും, നിങ്ങളിലുള്ള ആൺകുട്ടികളെ അവർ കൊല്ലുകയും പെൺകുട്ടികളെ കൊല്ലാതെ വിടുകയും ചെയ്യുന്ന, അവർക്ക് ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അന്ന് അക്കാലത്ത് ഫിറഔനിന്റെ ആളുകളും ചെയ്തിരുന്നത്. ഇതിൽ നിന്ന് നിങ്ങളെ നാം രക്ഷിച്ചു. ഇതാണ് കഠിനമായ ശിക്ഷ എന്ന് പറയുന്നത്. ഇത് ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയോ, വലിയ ചക്രവർത്തിയായിരുന്നു ഫിറഔൻ. അപ്പോ ഇങ്ങനെയുള്ള ഓരോ നിയമങ്ങളും നടപ്പിൽ വരുത്തുകയാണെങ്കിൽ ആർക്കാണ് തടയാൻ കഴിയുക? രാജാക്കന്മാരും പിന്നെ ചക്രവർത്തിമാരും അല്ലെങ്കിൽ വലിയ വലിയ നേതാക്കന്മാരും ഒക്കെ ഇങ്ങനെയുള്ള അക്രമപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രജകൾക്കൊന്നും തടയാനുള്ള കഴിവില്ലല്ലോ. അതുപോലെ ഈ ബനി ഇസ്രായേലിന് എതിരിൽ കണ്ടമാനം നിയമങ്ങളും നടപ്പിൽ വരുത്തി. അതിൽപ്പെട്ടതാണ് അവരിലുള്ള ആൺകുട്ടികൾ ജനിച്ചാൽ അതിനെ കൊല്ലുകയും പെൺകുട്ടികളാണ് എന്നറിഞ്ഞാൽ അവരെ വിട്ടയക്കുകയും ചെയ്യുക, കൊല്ലാതെ വിടുക. അപ്പൊ അതാണ് സുഅല്ലദാബി എന്ന് പറഞ്ഞ കഠിനമായ ശിക്ഷ ഇവർക്ക് രുചിപ്പിക്കുകയായിരുന്നു.
അങ്ങനെ സഹായിക്കും മുഫീദാരിക്കും ഇപ്പറഞ്ഞ ഇതിലുണ്ട് ബലാഉം റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള പരീക്ഷണമുണ്ട്. അതേയും വളരെ വലുതായ പരീക്ഷണമാണത്, അള്ളാഹിന്റെ പരീക്ഷണം. ഇതിന്റെ തഫ്സീറിൽ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ നിങ്ങൾ ഓർക്കുക, നിഅമത്തിയലൈക്കും എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. ഹീനനജ്ജയിത്തു ആബാക്കും നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ രക്ഷിച്ചു. നിമ്പത്തിച്ചു ഫിർഔന്റെ അക്രമത്തിൽ നിന്ന് ഞാൻ രക്ഷിച്ചു നിങ്ങളെ. ഇവിടെ നബിയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന മക്കളോടാണ് ഇവിടെ സംഭാഷണം ചെയ്യുന്നത്. നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ രക്ഷിച്ചു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഇന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുന്നത് നബിയുടെ കാലത്തുള്ള മക്കളോടാണ്. അവരുടെ പിതാക്കന്മാർക്ക് ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത്. അപ്പൊ അതനുസരിച്ച് ഈ ഞാമത്ത് ആബായിന് ചെയ്ത ഞാമത്തിനുള്ള അഭിനായി എന്നുള്ള ഞാമത്താണ്. അതുപോലെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അങ്ങനെയാണ്. അതായത് അവരിലുള്ള ആൺമക്കളെ കൊല്ലുകയും ൗലാദി ആൺമക്കളെ കൊല്ലുക, പെൺകുട്ടികളെ ജീവനോടെ വിടുകയും ചെയ്യുന്ന അത്രയും കഠോരമായ ശിക്ഷയാണ് അവർക്കുണ്ടാകുന്നത്. അപ്പോ അങ്ങനെ ഈ സ്ത്രീകളെ വിട്ടയക്കുന്നത് സേവനം ചെയ്യാൻ വേണ്ടിയുമാണ്. ഇവിടെ രാജകൊട്ടാരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സേവനം ചെയ്യാൻ വേണ്ടി. ആൺകുട്ടികളാണെങ്കിൽ സേവനത്തിന് ആവശ്യമില്ല, അവിടെ ഫിറഔന്റെ രക്ഷയാണ് അവിടെ നോക്കുന്നത്. അപ്പൊ ഇത്രയും മോശമായ വളരെ ഭീകരമായ പരീക്ഷണമാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇവർക്കുണ്ടായിട്ടുള്ളത്. അപ്പോ ഇതിനെ നിങ്ങൾ ഓർക്കണം എന്നാണ് അള്ളാഹു അവരോട് പറയുന്നത്. പിന്നെ 50-ാമത്തെ ആയത്ത് പെയ്ത് ഫറഖ്നാബിക്കുമുൽ ബഹ്റ ഫഅൻജയ്നാകും വഅഗ്റഖ്നാ ആല ഫിർഔന വഅൻതും തൻദുറൂൻ. വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ, ഫറഖ്നാ നാം പിളർത്തി, ബിക്കും നിങ്ങളെ കൊണ്ടൽ ബഹ്റ സമുദ്രത്തെ നമ്മൾ പിളർത്തി, ഫഅൻജയ്നാകും അങ്ങനെ പിളർത്തിയപ്പോൾ നിങ്ങളെ നാം രക്ഷിച്ചു. വഅഗ്റഖ്നാ ആല ഫിർഔന ഫിർഔനെയും ഫിർഔന്റെ ആളുകളെയും നാം മുക്കിക്കൊന്നു. വഅൻതും തീർച്ചയായും നിങ്ങള് തൻദുറൂന ഇതെല്ലാം നോക്കിക്കാണുകയായിരുന്നു. ഈ കടലിനെ പിളർത്തി എന്ന് പറഞ്ഞത് മൂസ നബിയും സൈന്യവുമായിട്ട് ഇങ്ങനെ കടലിന്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്ന് അവർ പോവുക. അപ്പോ ഫിർഔനും ബാക്കിയും വരുന്നുണ്ട് ഇവരെ കശാപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇവര് സൈന്യത്തിന് വലിയ പേടിയായി. മൂസ നബിയോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് പേടിക്കണ്ട, അള്ളാഹുമായി പടച്ചവൻ എന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട എന്നുള്ള ഉറപ്പ് കൊടുത്തു മൂസ നബി ജനങ്ങൾക്ക്. അപ്പോ മൂസ നബിയോട് അള്ളാഹു തആല പറഞ്ഞു, ബഹ്റ, ഭൂമി ഈ സമുദ്രത്തിൽ അടിക്കാൻ പറഞ്ഞു. വടി കൊണ്ട്, മൂസ നബിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടല്ലോ, വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ മുഅ്ജിസത്തിന്റെ ഫലമായി ബഹറിൽ അടിച്ചപ്പോൾ 2 പിളർപ്പായി സമുദ്രം. അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഇത് ഫറഖ്നാ ബിക്കുമുൽ ബഹ്റ, സമുദ്രത്തെ നമ്മള് പിളർത്തി 2 പാതിയായിട്ട് നിന്നു. ഫിർഔനും പാർട്ടിയും വന്നു നോക്കുമ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങിക്കിടക്കുന്ന ഒരു വഴിയാണ് കണ്ടത്, റോഡ് സമുദ്രത്തിൽ. അപ്പൊ അതിന്റെ മുമ്പ് ആ റോട്ടിലൂടെ, ആ വഴിയിലൂടെ മൂസ നബിയും പാർട്ടിയും സഞ്ചരിച്ചു, അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇവര് വന്നു നോക്കുമ്പോൾ ഈ വഴി കണ്ടു. അവര് സമുദ്രത്തിൽ ഇറങ്ങി ആ വഴിയിലൂടെ
കടക്കാൻ വേണ്ടി. അപ്പൊ മൂസ നബിയെ പിന്തുടരാൻ വേണ്ടി സൈന്യത്തെ അങ്ങനെ സമുദ്രത്തിൽ ഇറങ്ങി കുറച്ചു കണ്ട് കഴിഞ്ഞപ്പോൾ സമുദ്രം രണ്ടും കൂടി ആ പിളർപ്പ് അപ്രത്യക്ഷമാവുകയും വെള്ളം വന്ന് ഇവരെ മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇതാണ് ചരിത്രം. അപ്പോ അതിനെ സംബന്ധിച്ചാണ് ഇത് ഫറഖന ബിക്കുമുൽ ബഹ്റ ഫഅൻജയ്നാക്കും, നിങ്ങളെ നാം രക്ഷപ്പെടുത്തി, വഗറഖ്നാ ഫിറഔന്റെ ആളുകളെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് സമുദ്രത്തിൽ മുങ്ങിച്ചാവുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഉദ്കുറൂ ഇത് ഫലഖ്നാക്കുമുൽ ബഹറ ഹത്താ ലഹറത്ത് ലക്കുമുൽ അർളുൽ യാബിസ ഫമശൈതും അലൈഹാ ഫനജ്ജയ്നാക്കും മിനൽ ഗർഖ്. സമുദ്രത്തിൽ അടിച്ചപ്പോൾ മൂസ നബിയുടെ മുഅ്ജിസത്തിന്റെ ഫലമായി സമുദ്രം പിളർപ്പാവുകയും വെള്ളം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ ഉണങ്ങിയ വഴിയിലൂടെ മൂസ നബിയും പാർട്ടിയും സഞ്ചരിച്ച് അപ്പുറത്തേക്ക് കടക്കുകയും ചെയ്തു. ഫനജ്ജയ്നാക്കും മിനൽ ഗർഖ്, അങ്ങനെ നിങ്ങളെ നാം രക്ഷപ്പെടുത്തി. വഗറഖ്നാ ഫിറഔന വഖൗമഹു, ഫിറഔനെയും ഫിറഔന്റെ ആളുകളെയും നാം മുക്കിക്കൊന്നു. വഅൻതും തുശാഹിദൂന ദാലിക, നിങ്ങളെല്ലാവരും അത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഇത് വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിങ്ങളെ രക്ഷിക്കുകയും അവർ നശിക്കുകയും ചെയ്തു, ശത്രുക്കളെ നശിപ്പിക്കുകയും ചെയ്തു. ശത്രുക്കളെ ഇത് വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ് നിങ്ങൾക്ക് കാണാനിടയായിട്ടുള്ളത്. അപ്പോൾ 50-ാമത്തെ ആയത്താണ് ഇപ്പോൾ എടുത്തത്. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഇത് സാധാരണ പോലെ ഞാൻ പറയുന്നു, ഇത് അറിയാത്തവർക്ക് നിങ്ങൾ ഈ ഖുർആൻ വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ആ നിലയിൽ ഇതിന് രണ്ടാളെങ്കിലും ഇത് വായിക്കുവാനും പഠിക്കുവാനും കാണുവാനും പഠിക്കുവാനും ഇടയായാൽ അത് വലിയൊരു നേട്ടമാണ്. ആ നേട്ടത്തിന് കാരണക്കാരായ നിങ്ങൾക്കും അല്ലാഹു വലിയ പ്രതിഫലം തരും. അതുകൊണ്ട് ശ്രമിക്കുക. അല്ലാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.